ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിച്ചു, പക്ഷേ ദീർഘനാളുകളായിട്ടും അതിൻ്റെ അകത്തൊരു പ്രോഗ്രസ് ഇല്ല, അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നില്ല. എന്താണ് കാരണം? സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് ഒരാത്മീക വെളിപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ജനത പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ദൈവത്തിൽ ആശ്രയിച്ച് അവർ ഒരാലയത്തിൻ്റെ അടിസ്ഥാനമിട്ടു. 16-20 വർഷത്തോളം, കൃത്യമായ കണക്കറിയില്ല, 16 എന്ന് പറയുന്നവരുണ്ട്, 20 എന്ന് പറയുന്നവരുണ്ട്, 16 തൊട്ട് 20 വർഷം, അല്ലെങ്കിൽ ഏകദേശം ഒരു 20 വർഷത്തോളം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് അവർക്ക് ഉയരാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ തുടങ്ങുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അതിൻ്റെ സമയത്ത് പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനോ പല സമയങ്ങളിലും നമുക്ക് കഴിയുന്നില്ല. ഈ ഒരു കാര്യത്തെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഒരാത്മീക വെളിപ്പാട് നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള കാരണത്തെ വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാനും നിങ്ങളുമൊക്കെ ആത്മീകമായി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചില തടസ്സങ്ങളുണ്ട്. ദൈവവചനം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തത നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് പോകാം. എന്താണ് സെക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം? വളരെ ഷോർട്ടായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് വിവരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യത്തിൻ്റെ പിന്നിലുള്ള ആത്മീക രഹസ്യം നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് നമ്മളെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ജനം ഒരാലയത്തിന് അടിസ്ഥാനമിട്ടു. 20 വർഷം അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടോ ദൈവത്തിനൊരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ല. അതിൻ്റെ പിന്നിലെ കാരണം വ്യക്തമായി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് അല്പസമയങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അനേക ദൈവദാസന്മാരുമായി, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തികളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പല അനുഭവങ്ങൾ അവരും പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകാം. അതെന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുക. ഇനി ഈ ഒരു കാര്യം വ്യക്തമാക്കണമെങ്കിൽ എനിക്ക് ആ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ലല്ലോ. ഈ ആൾക്കാർക്ക് വിടുതൽ വേണം, ഇപ്പം വിടുതൽ നടക്കണം, ഇപ്പം അത്ഭുതം നടക്കണം. സത്യത്തിൽ പല സ്ഥലങ്ങളിലും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളതിൻ്റെ കാരണം കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. പ്രവാചകനായ സെക്കരിയാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ യഹോവയാം ദൈവം സെക്കരിയാവിന് ഒരാത്മീക വെളിപ്പാട് നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു ദർശനം നൽകുകയാണ്. എന്താണ് ആ ദർശനം? മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈ യോശുവയുടെ റൈറ്റ് സൈഡിൽ സാത്താൻ നിൽക്കുകയാണ്. ഇതാണ് കണ്ട കാഴ്ച. ഞാൻ പറഞ്ഞു, ഇത് ദൈവം കൊടുത്ത ഒരാത്മീക വെളിപ്പാടാണ്. ഈ ആത്മീക വെളിപ്പാടിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത്രയും വർഷങ്ങളായി ആരംഭിച്ച ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ ആത്മീക ആരാധന യഥാസ്ഥാനപ്പെടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് പറയുമ്പം ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമ്മിൽ പകരാൻ ആഗ്രഹിക്കുന്ന ആത്മീകമായ ചില കൃപകളുണ്ട്.
കൃപാവരങ്ങളുണ്ട്, ദൈവിക ഇടപെടലുകളുണ്ട്. പക്ഷെ പല സമയങ്ങളിലും അത് പ്രാപിക്കുവാൻ കഴിയാതെ, അത് നേടിയെടുക്കുവാൻ കഴിയാതെ പലപ്പോഴും പലരും കുഴഞ്ഞു പോവുകയാണ്. അതിൻ്റെ കാരണം ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം ഇവിടെ മഹാപുരോഹിതനായ യോശുവയെ കാണിക്കുകയാണ്. ഈ മഹാപുരോഹിതനായ യോശുവയുടെ വലത് ഭാഗത്താണ് സാത്താൻ നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മീക കുടുംബങ്ങളെ തകർക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതെന്റെ മനസ്സിലുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഭാഗത്തിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വചനത്തിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. റൈറ്റ് സൈഡിൽ നിന്നിട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറ്റം ചുമത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു. ഈ പണ്ടൊക്കെ, ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ഈ പണ്ടൊക്കെ മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ കേട്ടിരുന്നത് അലക്കാതെ തേക്കാതെ ദൈവസന്നിധിയിലേക്ക് വന്നു എന്നാണ്, അല്ലേ? നമ്മുടെ ഭാഷയെ പറഞ്ഞ സ്റ്റിഫാൻ ഷൈൻ ഒന്നും മുക്കാതെ, പിന്നെ നനയ്ക്കാതെ ചുളുങ്ങിയ തുണിയുമായിട്ട് വന്നു എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ മുഷിഞ്ഞ വസ്ത്രം നീക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. അപ്പം ഈ മുഷിഞ്ഞ വസ്ത്രം കാണിക്കുന്നത് അകൃത്യത്തെയാണ്, അല്ലെങ്കിൽ പാപത്തെയാണ്. എന്താണ് അവരുടെ അകൃത്യം? 70 വർഷത്തെ പ്രവാസത്തിൽ ആരാധന നഷ്ടപ്പെട്ടു, ആത്മീക അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള തീഷ്ണത നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അപ്പം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ജനസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ യോശുവ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അപ്പോൾ ഈ ഒരു അനുഭവങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ വസ്ത്രം മുഷിഞ്ഞുപോയി. ഈ വസ്ത്രം എന്ന് പറയുന്നത് വചനത്തിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. വസ്ത്രം, യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട്. മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ തങ്ങളുടെ വസ്ത്രം അലക്കേണ്ടതിന്, കുഞ്ഞാടിന്റെ രക്തത്തിൽ വസ്ത്രം അലക്കണമെന്ന് പറയുന്നുണ്ട്. യോസഫിന്റെ വസ്ത്രമാണ് അവൾ എടുത്തുകൊണ്ട് പോയത്. മനസ്സിലായോ? അപ്പം ഈ ഒരു വസ്ത്രം എന്ന് പറയുന്നത് ഒരു ആത്മീക ജീവിതത്തെയും ആത്മീക അനുഭവത്തെയുമാണ് കാണിക്കുന്നത്. വസ്ത്രം മുഷിഞ്ഞു. വസ്ത്രം മുഷിഞ്ഞപ്പോൾ യോശുവയ്ക്കെതിരെ അപവാദം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യോശുവയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് റൈറ്റ് സൈഡിൽ പിശാച് നിൽക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങളോട് ഈ ഒരു കാര്യം പറഞ്ഞു തരാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ എന്നാണ് നമ്മൾ കാണുന്നത്. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായും അവനെ ജയിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ആത്മീയനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തി, ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ എന്നും പൈശാചിക ശക്തികൾ എതിരായി നിൽക്കുന്നു, ദൈവപ്രവർത്തികൾക്കെതിരെ. അതാണ് നമ്മളെ തടയുന്നത്. പല സമയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മീക ജീവിതവും ആത്മീക മുന്നേറ്റവും തടയാൻ തക്കവണ്ണം അവൻ അവകാശമായി ചില കാര്യങ്ങളെ എടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ദൈവം എനിക്ക് കുറച്ച് കൃപകൾ തരാൻ ആഗ്രഹിക്കുന്നു, കൃപാവരം തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. കാരണം ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു. പക്ഷെ ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് എൻ്റെ മൊബൈൽ ഫോണിൽ അനാവശ്യമായ ചില കാഴ്ചകൾ കണ്ട് ഞാനത് എൻജോയ് ചെയ്യുകയാണ്. ചില മിനിറ്റുകൾ ആരും അറിഞ്ഞില്ല, ഞാനതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഞാൻ കണ്ടു, ഞാനത് ആസ്വദിച്ചു. ഓക്കെ, അപ്പം സംഭവിക്കുന്ന കാര്യം നിങ്ങൾ കേൾക്കണം. ഉടൻ തന്നെ ഈ സാത്താൻ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ദൈവ മുമ്പാകെ അവൻ വാദിക്കും. എന്താണോ വാദിക്കുന്നത്? റെൻസൺ എന്ന് പറയുന്ന ആള് നിന്റെ വിശുദ്ധനാണെന്ന് നീ പറയുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, നിനക്ക് വേണ്ടി ജീവിക്കാമെന്നൊക്കെ അവൻ ആരാധിക്കുമ്പം കൈയുയർത്തി പറയുന്നു. പക്ഷേ മുറിക്കകത്ത് വന്നപ്പം അവൻ ചെയ്ത കാര്യം കണ്ടോ? അതിൻ്റെ അർത്ഥം അവൻ ഇന്നും
എൻ്റെ സ്വാധീന വലയത്തിലാണ്, അവൻ എൻ്റെയാണ്, നിന്റെ അല്ല. അപ്പം എന്തെങ്കിലും ഇവൻ പറഞ്ഞതിൻ്റെ അകത്ത് അടിസ്ഥാനമുണ്ടെങ്കിൽ ദൈവത്തിന് അതൊരിക്കലും നിഷേധിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചില അകൃത്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില പാപങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. എന്നിട്ട് ദൈവം എന്താണ് ചെയ്തത്? നമ്മളവിടെ കാണുന്നത്, ഈ യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രം നീക്കാനായിട്ട് കൽപ്പിച്ചു. നീക്കിയിട്ട് യോശുവയെ ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ ഒരു മുടി വെച്ചു കൊടുത്തു. ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. അപ്പം ഈ മുഷിഞ്ഞ വസ്ത്രത്തിൽ തുടരാൻ ദൈവം സമ്മതിച്ചില്ലെന്നുള്ളതാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന എന്തെങ്കിലുമൊക്കെ മുഷിച്ചിലുകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അത് എത്രയും വേഗം നമ്മളത് നീക്കണം. അതുകൊണ്ടാണ് നമുക്ക് ആത്മീകമായി മുന്നേറാനായിട്ട് കഴിയാത്തത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടണം. മുറുകെ പറ്റുന്ന പാപം, സിൻ ദാറ്റ് എൻറ്റാങ്കിൾസ് us, മുറുകെ പറ്റുന്ന പാപം. അപ്പൊ നമ്മളെ പലപ്പോഴും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാതെ മുറുകെ പറ്റുന്ന ചില പാപങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടെത്തി മനസ്സിലാക്കി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നമ്മൾ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്ഥിരമായ അല്ലെങ്കിൽ സ്ഥിരതയോടെയുള്ള ജയകരമായ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഒരുപാട് പേര്, സത്യസന്ധമായി ഞാൻ പറയുക, ആത്മീകമായി മുന്നേറാൻ കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ പല കാര്യവും പിശാചല്ല, പിശാചിന് അവകാശമാക്കാൻ പറ്റുന്ന പലതും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക. പിശാച് നിൽക്കണമെങ്കിൽ പിശാചിനുള്ളൊരു ഹോൾഡ് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. ഒരിക്കലും നമ്മുടെ ജീവിതമോ നമ്മുടെ ഭവനത്തിൻ്റെ അകത്തോ അവൻ കയറി വരുമാറുള്ള വാതിലുകൾ നമ്മൾ ഒരു കാരണവശാലും തുറന്നിടാനായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ പിന്നീട് എന്താണ് കാണുന്നത്? ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ഉത്സവ വസ്ത്രം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പുതിയ നിയമകാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉത്സവ വസ്ത്രം എന്ന് പറയുന്നത് ആത്മീക അർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷയാണ്, നീതീകരണമാണ്. യേശുവിൻ്റെ കാൽവറി ബലിമരണത്തിൽ ഒരു വ്യക്തി വിശ്വസിച്ച് ഏറ്റെടുത്ത് അവിടുന്ന് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ആമേൻ, അതെ, ജലത്തിൽ സാക്ഷിച്ച് വേർപാടിലും വിശുദ്ധിയിലും നിലനിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ആ ഒരു ഉത്സവ വസ്ത്രത്തിൻ്റെ അകത്താണ്, അല്ലെങ്കിൽ ആ ഒരു രക്ഷയുടെ പുതപ്പിനകത്തേക്ക് നാം കയറുകയാണ്, നാം പുതിയപ്പെടുകയാണ്. ആ ഒരു പിശാചിന്റെ കണ്ണുകളിൽ നിന്ന് നമുക്ക്, അതേ, ദൈവത്തിന് സ്തോത്രം, എന്താ പറയുന്നത്, മറഞ്ഞിരിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇനിയും അടുത്തത് യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഈ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചിട്ട് യോശുവയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയുടെ ദൂതൻ യോശുവയോട് പറയുകയാണ് 4 കാര്യങ്ങളാണ്. 7-ാമത്തെ വാക്യം. 1, എൻ്റെ വഴികളിൽ നടക്കുക. 2, എൻ്റെ കാര്യം നോക്കുക. 3, എൻ്റെ ആലയത്തെ പരിപാലിക്കുക. 4, എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുക. എന്തു മനസ്സിലായി? ഇന്നത്തെ കാലത്ത് പല എന്താ പറയുന്നത്, പഠിപ്പിക്കുന്നവരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ യേശുവിങ്കിലേക്ക് വാ, നീ യേശുവിനോട് വിളിച്ച് പ്രാർത്ഥിയില്ല, നീ യേശുവിൻ്റെ അടുത്ത് നിൽക്ക്, അത്രയേ ഉള്ളൂ, പിന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. മനസ്സിലായോ? ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കണം, നീ എൻ്റെ വഴികളിൽ നടക്കണം, എന്നാൽ ഞാൻ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. അപ്പം ഈ പല ആളുകളുടെയും ഗമനം സ്ഥിരമല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവര് ഈ രക്ഷയുടെ വസ്ത്രമൊക്കെ അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ട് അവർക്ക് തോന്നുന്ന വഴികളിൽ അവർ യാത്ര ചെയ്യുന്നവരാണ്. അതിനെല്ലാം നമുക്കൊരു വിരാമം കുറിക്കാം. ആത്മീക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരായിട്ട് മാറുക. അതെ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം ആരാണിത് പൂർത്തീകരിക്കുന്നത്?
സെക്കരിയാവിൽ തന്നെ അടുത്ത 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാലത്രേ. അപ്പോൾ ഈ മുമ്പിൽ നിൽക്കുന്ന പർവ്വതം എന്ന് പറയുന്നത് തടസ്സങ്ങളായിരുന്നു. മനസ്സിലായോ? അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, ഈ തടസ്സങ്ങൾ എങ്ങനെ മാറും. പണ്ട് ബൈബിൾ കോളേജിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് ഒരു സാറ് വന്നിട്ട് ചോദിച്ചു, സെരുബാബേൽ ആരാണ്? അപ്പം ഞങ്ങളുടെ ഇടയിലുള്ള ഒരാൾ പറഞ്ഞു, സെരുബാബേൽ ഒരു മഹാപർവ്വതമായിരുന്നു ഇസ്രായേലിലെ. സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, കുറച്ചു നേരത്തേക്ക് ഭയങ്കരമായ നിശബ്ദതയാണ് ആ ക്ലാസ്സിൽ ഉണ്ടായത്. സെരുബാബേൽ പർവ്വതമല്ല, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമേ, മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം മുൻപോട്ട് പോവുക, വിശുദ്ധിയോടെയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുക. അപ്പോൾ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുക, നീ എൻ്റെ വഴികളിൽ നടക്കുക. പുതിയ നിയമത്തിലെ ആലയം ആരാണ്? ഞാനും നിങ്ങളുമാണ് പുതിയ നിയമത്തിലെ ആലയം. പുതിയ നിയമ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തിനും പ്രാധാന്യമില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഒരു സ്ഥലത്തിനും പ്രാധാന്യമില്ല. അങ്ങനെ ഒരു പ്രാധാന്യം ദൈവം വെച്ചിരുന്നെങ്കിൽ എല്ലാവരും യെരുശലേമിലേക്ക് പോകേണ്ടി വന്നേനെ, യെരുശലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒരു സ്ഥലത്തിന് പ്രാധാന്യമില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട്. വീട്ടിലാകട്ടെ, സഭാഹോളിലാകട്ടെ, ഏതെങ്കിലും സ്ഥലത്താകട്ടെ, ഒന്നിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയും വലിയ ദൈവത്തിന്റെ പ്രവർത്തികൾ അവിടെ സംഭവിക്കുകയും ചെയ്യും. അപ്പം ഞാനാണ് ദൈവത്തിന്റെ ആലയം. നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ, എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ ഹൃദയം ദൈവത്തിന്റെ ആലയത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനതിനെ പരിപാവനതയോടെ സൂക്ഷിക്കുക, വിശുദ്ധിയോടെ സൂക്ഷിക്കുക. അതാണ് യോശുവയോട് പറഞ്ഞത്, നീ എൻ്റെ ആലയത്തെ പരിപാലിച്ചാൽ. അപ്പം അന്നത്തെ അർത്ഥത്തിൽ ആലയം എന്ന് പറയുന്നത് പണിയാൻ പോകുന്ന ആലയമാണ്. ആലയത്തെ പരിപാലിക്കുമ്പോൾ ഞാൻ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കും. പ്രവാചകനായ ഹഗ്ഗായിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആലയം പണിയാനുള്ള സമയമായപ്പോഴും ജനം പറയുന്നത് ആയിട്ടില്ല, അവർ തട്ടിട്ട വീടുകളിൽ പാർക്കുകയാണ്. പക്ഷെ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചു നോക്കുക, ഓട്ടക്കാരൻ തൻ്റെ കൂലി ഓട്ടസഞ്ചിയിൽ വാങ്ങുന്നു. ചിലരുടെ ജീവിതത്തിന്റെ അകത്ത് എത്ര കിട്ടിയാലും അവർക്ക് എന്താ പറയുന്നത്, കടബാധ്യതയാണ്. എത്ര കിട്ടിയാലും ജീവിതത്തിന്റെ അകത്ത് അവർക്ക് തൃപ്തിയില്ല. വരുന്നതെല്ലാം ഓട്ടസഞ്ചിയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവം തരുന്ന ആരോഗ്യം കൊണ്ടും നമുക്ക് ദൈവം തരുന്ന പണം കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആത്മീക കാര്യങ്ങളിൽ നമ്മൾ ഉത്സാഹമുള്ളവരായി തീരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കണം. ഞാൻ ദശാംശം കൃത്യമായി കൊടുക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ ദശാംശത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. കാരണം ദശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ആൾക്കാർ ചിന്തിക്കും പൈസ കിട്ടാനാണ് പ്രസംഗിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ പറയാം, ദശാംശം കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമുക്കുള്ളത് സകലതും കൊണ്ടും നമ്മൾ ദൈവത്തെ ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ദാരിദ്ര്യവും ശൂന്യതയും ഒരു കാലത്തും മാറത്തില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുക, നീ എൻ്റെ ആലയത്തിന്റെ കാര്യം നോക്കുക. അങ്ങനെ ഒരു കാര്യം നോക്കിയാൽ ഞാൻ നിന്റെ കാര്യം നിനക്ക് ഞാൻ ആഗമനം അനുവദിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് എവിടെയെങ്കിലും പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തോടെ ഞാൻ പറയാം, ആ പാളിച്ചകളെ കണ്ടെത്തുക. ശരിക്കും ഒരു വലിയ പരിശോധന ജീവിതത്തിന്റെ അകത്ത് ആവശ്യമാണ്, വലിയൊരു പരിശോധന. ഞാൻ ദീർഘമാക്കുന്നില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, വചനത്തിനൊരു ശക്തിയുണ്ട്, വചനത്തിന് അസാധാരണമായ ബലമാണുള്ളത്. വചനത്തിലൂടെ ജീവിതത്തെ പരിശോധിക്കുക, കുറവുകൾ കണ്ടെത്തുക, നമ്മളത് കണ്ടുപിടിക്കണം. ഒരു ദൈവദാസനായ ഞാൻ പോലും എൻ്റെ ജീവിതത്തിലെ പല കുറവുകളും കണ്ടെത്തി പരിഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആത്മീകമായ ഒരു ഉയർച്ചയിലേക്ക് എനിക്ക് കയറാനായിട്ട് പറ്റിയത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് അതൊക്കെ ഉണ്ടാകും. അതിന് സമയം കണ്ടെത്തി ദൈവം മുമ്പാകെ ഇരുന്ന് ഇത്തരത്തിലുള്ള തിരുവചന ശുശ്രൂഷകളിലൂടെ എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്, എവിടെയാണ് പിന്മാറ്റം വന്നത്, എവിടെയാണ് അതേ ആരാധനയുടെ വ്യവസ്ഥ വിട്ട് മാറിപ്പോയത്, അതൊക്കെ കണ്ടുപിടിച്ച് മുൻപോട്ട് പോകാനിടയായി തീരട്ടെ. മുഷിഞ്ഞ വസ്ത്രം നീക്കുന്നു,
ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ കാര്യം നോക്കുക, എൻ്റെ വഴികളിൽ നടക്കുക, എൻ്റെ ആലയത്തെ പരിപാലിക്കുക. കർത്താവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയെ നമുക്ക് മുമ്പോട്ട് പോകാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.